ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എനിക്കെങ്ങനെ വാവ ഇവിടെ സുഖമായിരിപ്പുണ്ട്. നമ്മൾ ജസ്റ്റ് തൊട്ടടുത്തൊരമ്പലത്തിൽ പോയപ്പം വെറുതെ ഞാൻ എടുത്തത് കേട്ടോ. അവൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതൊന്നും എത്ര സമയം നമ്മൾ ഈ കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസൊന്നും വളരെ കുറവ് തന്നെ ഇടുന്നത് കേട്ടോ. പിന്നെ ഒക്കെ ഒരു പനിയൊക്കെ ഉണ്ടായിരുന്നു. അതിലെല്ലാം ക്ഷീണമെല്ലാം മാറി അത്യാവശ്യം ആക്റ്റീവായി വരുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സഹകരണവും ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടായിരിക്കാം അവളുടെ ഒരു പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാം സഹകരണവും സപ്പോർട്ടും പ്രാർത്ഥനയും ഉള്ളത് കൊണ്ടാവാം കുഞ്ഞുമായിക്ക് ഇപ്രാവശ്യം ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുക്കാണ്ട് തന്നെ അവളുടെ പനിയെല്ലാം മാറി വന്നു കേട്ടോ. അതന്നെ അവളെ സംബന്ധിച്ച് ഹെൽത്ത് പരമായി നോക്കുമ്പോൾ നല്ല മാറ്റം തന്നെയാണ് കേട്ടോ അവൾക്ക് വന്നത്. ഒരുപാട് സന്തോഷമുണ്ട് അതിലെല്ലാം. ഓക്കെ, ഇങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം കേട്ടോ, ഇങ്ങനെ യാത്ര ചെയ്യുക. അങ്ങനെ പുറത്തോട്ടൊക്കെ പോകുമ്പം നോക്കിയിരുന്ന് ആ യാത്ര എന്ന് പറയുന്ന ഒരു കാര്യം അവളെ നമ്മൾ എടുക്കുകയൊന്നും വേണ്ട, കിടത്തിയിട്ട് പാമ്പേഴ്സ് ചേഞ്ച് ചെയ്യുന്ന മാത്രം മതി കേട്ടോ. അന്നേരം അവൾക്കത് മനസ്സിലാകും നമ്മൾ എവിടെയോ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്ന്. പാമ്പേഴ്സ് ഞാൻ ചേഞ്ച് ചെയ്യുകയല്ല, പാമ്പേഴ്സ് ഞാൻ അങ്ങനെ പകൽ വീട്ടിലിടാറില്ല. അപ്പം പാമ്പേഴ്സ് ഇടുമ്പം അവൾക്കത് മനസ്സിലാവും അതെവിടെയോ പോകാനുള്ളതാണെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് അവൾക്ക് കുളിക്കുന്നതും. ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കുളിക്കുന്ന ഒരു കാര്യവും. അപ്പം അവൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പം അതുതന്നെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും, അവിടെ ഒരു സന്തോഷം കാണുക എന്നുള്ളതാണ് ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു സമാധാനവും സന്തോഷവും. അവൾക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയവും അതാണല്ലോ. അവളെ ഇത്രത്തോളം എല്ലാം മാറ്റി കൊണ്ടുവന്ന് ദൈവം ഇത്രയെല്ലാം മാറ്റി തന്നത് തന്നെ വലിയ കാര്യമാണ്. അവളെ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് വീക്കായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ലല്ലോ. എല്ലാവർക്കും ഫോൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് സന്തോഷം കാണാനാണല്ലോ താല്പര്യം. അതുകൊണ്ട് വെറുതെ വൈകുന്നേരം 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റെല്ലാം തീർന്നു പോകുമല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഇതൊന്ന് ഓണാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. വീഡിയോ എടുത്ത് വെച്ച് നിങ്ങളൊന്ന് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഒന്ന് കയറി വന്നാൽ മാത്രമേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മൾ വെറുതെ വീഡിയോ ഇട്ടിട്ടും കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ വെറുതെ മോളിങ്ങനെ ഇരിക്കുന്നത് കാണിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിട്ടും കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത്. വളരെ കുറച്ചാണ് വീഡിയോ എല്ലാം ഇടുന്നത് തന്നെ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടും എന്തെങ്കിലുമൊക്കെ അവളെ കാണിച്ചിട്ട് ഇടണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമ്മളിട്ടിട്ട് കാര്യമുള്ളൂ. പിന്നെ കുറേ ചാലക്കുടിയിലെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുകൊണ്ടോ കേട്ടോ അവൾ ഇത്രയും മാറ്റം വന്നത്. ഒരുപാട് വീക്കായിരുന്നു. അവിടെ നിന്നല്ല എത്രത്തോളം അവൾ കയറി വന്നിപ്പോൾ ഒരു സന്തോഷമാണ് ഞാൻ ഇടുന്നത്. ഒരുപാട് സന്തോഷം മാത്രമാണ്. അവളെ നോക്കുമ്പം തന്നെ നമുക്ക് സമാധാനമാണ്. അത്രത്തോളം അവൾ വീക്കായിരുന്നു. അപ്പോൾ കയറി വന്ന് അത് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് കേട്ടോ അത്രയും അവൾ മാറ്റം വന്നൊരു കുട്ടിയാണെന്ന് പണ്ടത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ്. അത് ഞാൻ ഇടയ്ക്ക് കുറച്ചായിട്ട് ഇടാം കേട്ടോ. അതൊന്നും എനിക്കൊരു വീഡിയോ പണ്ടത്തെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് പറഞ്ഞിടാനായിട്ടില്ലാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. എന്നാലും കുറച്ചൊക്കെ ഇനി എവിടെയെങ്കിലും പോകുന്നതോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഞാൻ കുറച്ച് വോയിസ് എല്ലാം കൊടുത്തിട്ട് ഞാൻ കുറച്ചായിട്ട് ഇടാം. എല്ലാവരുടെയും സഹകരണവും എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. എല്ലാവരും വീഡിയോ ഓണാക്കിയെങ്കിലും വെച്ചിരുന്നിട്ട് സപ്പോർട്ട് ചെയ്യണം കിങ്ങിണിക്കുട്ടീനെ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഇനി പുതിയതായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം കേട്ടോ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്.